ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ശ്രദ്ധയിൽ ആനന്ദിക്കുക. നിങ്ങളുടെ ചിന്തകൾ നന്നായി സൂക്ഷിക്കുക. ബുദ്ധൻ. ശ്രദ്ധയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് അറ്റentiveness, നമ്മുടെ ചുറ്റുപാടുകളെയും ഇപ്പോഴത്തെ നിമിഷത്തെയും ശ്രദ്ധിക്കുന്നത് വിലപ്പെട്ട ധാരണകളിലേക്കും അവസരങ്ങളിലേക്കും നയിച്ചേക്കാം. കഥയിൽ വെള്ളപ്പൊക്ക സമയത്ത് ഗ്രാമത്തെ രക്ഷിക്കാൻ രമേശിന് കഴിഞ്ഞത് പഠനകാലത്ത് ചുറ്റുപാടുകളോട് കാണിച്ച ശ്രദ്ധയാണ്. പ്രഥമദൃഷ്ട്യാ നിസ്സാരമായി തോന്നുന്ന അറിവിന്റെ മൂല്യം, value of seemingly insignificant knowledge, നിലവിലെ സാഹചര്യത്തിൽ അപ്രസക്തമായി തോന്നുന്ന അറിവ് പോലും അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വിലപ്പെട്ടതായി തെളിയിക്കാം. രമേശൻ പഠനങ്ങളിൽ നിന്ന് ലഭിച്ച ഭൂമിശാസ്ത്ര അറിവ് ഗ്രാമീണ ജീവിതവുമായി ബന്ധമില്ലാത്തതായി തോന്നുമെങ്കിലും വെള്ളപ്പൊക്ക സമയത്ത് പ്രശ്നപരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. സമൂഹത്തിന്റെയും സഹകരണത്തിന്റെയും ശക്തി, പവർ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൊളാബറേഷൻ, ഒരു പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വിജയകരമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. കഥയിൽ രമേശൻ ചെറുപ്പമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പദ്ധതി വിശ്വസിക്കാനും പിന്തുടരാനുമുള്ള ഗ്രാമവാസികളുടെ സന്നദ്ധത അവരുടെ ഗ്രാമത്തെ രക്ഷിക്കാൻ സഹായിച്ചു. സുഖമണ്ഡലത്തിന് പുറത്ത് കടക്കുക, സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ, പുതിയ ആശയങ്ങൾക്കും അനുഭവങ്ങൾക്കും തുറന്നിരിക്കുന്നത് വ്യക്തിഗത വളർച്ചയ്ക്കും പോസിറ്റീവ് മാറ്റത്തിനും വഴിവെക്കും. കഥയിൽ രമേശൻ തന്റെ അസാധാരണമായ ആശയം പങ്കിടാനും മുൻകൈ എടുക്കാനുമുള്ള സന്നദ്ധത അദ്ദേഹത്തെ തന്റെ സമൂഹത്തിലെ നേതാവാക്കി മാറ്റി. സാധാരണ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, ഫൈൻഡിംഗ് ജോയ് ഇൻ ദ സിംപിൾ തിങ്സ്, ദൈനംദിന ജീവിതത്തിന്റെ സൗന്ദര്യവും ലാളിത്യവും അനുഭവിക്കുന്നത് സമാധാനവും സംതൃപ്തിയും നൽകും. ഗ്രാമീണ ജീവിതത്തിന്റെയും ചുറ്റുപാടുകളുടെയും സൗന്ദര്യം അനുഭവിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കഥ എടുത്തുകാണിക്കുന്നു. ഇത് അവസാനം രമേശന്റെ ശ്രദ്ധയ്ക്കും തന്റെ സമൂഹത്തെ സഹായിക്കാനുള്ള കഴിവിനും കാരണമായി. കേരളത്തിലെ കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലെ തീരത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ഗ്രാമത്തിൽ രമേശൻ എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. പഠനത്തിൽ മികവ് പുലർത്തുന്ന അല്പം അഹങ്കാരിയും ആയ രമേശൻ സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കാൻ ഇഷ്ടപ്പെട്ടു. അവന്റെ ഗവേഷണ വിഷയങ്ങൾ ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യത്തെ വളരെ അപ്പുറത്തായിരുന്നു. ഒരു ദിവസം വയലുകളിലൂടെ നടക്കുമ്പോൾ ഒരു വൃദ്ധൻ തന്റെ വഴി തടഞ്ഞു. വൃദ്ധന്റെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. യുവാവേ, നിന്റെ ചിന്തകൾ എപ്പോഴും മേഘങ്ങളിൽ ചുറ്റിത്തിരിയുന്നതുപോലെ തോന്നുന്നു. സൂക്ഷ്മതയിൽ ആനന്ദിക്കുക. നിങ്ങളുടെ ചിന്തകളെ നന്നായി സൂക്ഷിക്കുക, വൃദ്ധൻ പറഞ്ഞു. ശേഷം അകന്നുപോയി. രമേശന് ആ വാക്കുകൾ അസ്വസ്ഥമായി തോന്നി. എന്താണ് സൂക്ഷ്മത? അവന്റെ ചിന്തകളെ സംരക്ഷിക്കുക എന്നതിന്റെ അർത്ഥമെന്തായിരുന്നു? അയാൾ തന്റെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലേ? നാളുകൾ കടന്നുപോയി. ഗ്രാമം ഒരു കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിച്ചു. കാറ്റ് വീശിക്കൊണ്ടിരുന്നു. കടൽ കരയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു. ഗ്രാമത്തിന് വെള്ളപ്പൊക്ക ഭീഷണിയായിരുന്നു. ആളുകൾ പരിഭ്രാന്തരായി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു. അപ്പോഴാണ് രമേശന് ഒരു ആശയം ഉദിച്ചത്. തന്റെ പഠനകാലത്ത് ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം വായിച്ചിരുന്നു. ഗ്രാമത്തിനടുത്തുള്ള മണൽത്തിട്ടകൾ പൊളിച്ചാൽ വെള്ളത്തിന് കടലിലേക്ക് ഒരു തിരിച്ചുവരവ് സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം ഓർത്തു. ശരിയായി പ്രവർത്തിച്ചാൽ അത് ഗ്രാമത്തിന് ദ്രുതഗതിയിലുള്ള ആശ്വാസം നൽകും. അയാൾ ഗ്രാമീണരോട് തന്റെ ആശയം പങ്കുവച്ചു. ആദ്യം അവർ ആശയക്കുഴപ്പത്തിലായി. അവരുടെ ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു യുവാവിന് ഇത്തരം ആപത്ത് ഒഴിവാക്കാൻ കഴിയുമോ? എന്നിട്ടും അവർക്ക് പ്രത്യാശയുടെ തിരുനാളം വേണമായിരുന്നു. അവർ രമേശൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. മണൽത്തിട്ടകൾക്ക് പകരം വെള്ളം കടലിലേക്ക് ഒഴുകാൻ തുടങ്ങി. തീർച്ചയായും ദുരന്തം ഒഴിവാക്കപ്പെട്ടു. സൂക്ഷ്മതയുടെ ആനന്ദം, ശ്രദ്ധയുടെ ശക്തിയാണ് ഈ വാചകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അർത്ഥവത്തായ കാര്യങ്ങളിൽ നമ്മുടെ ചിന്തകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരു വലിയ അവബോധം നമുക്ക് നേടാനാകും. ചിന്തകളെ കാക്കുക, ഗുഡ് യുവർ തോട്ട്സ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ ജീവിതത്തിന്റെയും പാതയുടെ രൂപകൽപ്പന നടത്തുന്നു. നെഗറ്റീവ് ചിന്താരീതികളെ സ്വയം തടയുന്നതിലൂടെ നമുക്ക് സന്തോഷവും ഉദ്ദേശ്യബോധവും ഉള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. ഈ കഥയിലെ സംഭവങ്ങൾ ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രതിധ്വനികളാണ്. ദുരന്തവേളകളിൽ സമൂഹത്തിന്റെ ഒത്തൊരുമ, വിഭവസമൃദ്ധി, പ്രതിസന്ധിയിൽ ഉയർന്നുവരുന്ന പ്രാദേശിക നേതൃത്വം എന്നിവയെല്ലാം ഇതിൽ പ്രതിഫലിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.